ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മളെ സ്പെഷ്യൽ കൊഞ്ചം വെച്ചിട്ടുള്ള മസാലപ്പുട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കൊഞ്ചം ചേർത്തൊന്ന് ഫ്രൈ ആക്കി എടുക്കൽ. എന്നിട്ട് ആ ഫ്രൈ ആയ ശേഷം അതിനൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് അതിലേക്ക് വെളുത്തുള്ളിയും അരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചമുളകും ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് കറിവേപ്പില ചേർക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു വലിയ ഉള്ളി അരിഞ്ഞത് ചേർത്തിട്ട് ഇങ്ങനെ നല്ലോണം മിക്സാക്കിയെടുക്കാം. ഇത് വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് പുട്ടിൻ്റെ മിക്സ് റെഡിയാക്കാം. അതിനായി 2 കപ്പ് പുട്ടുപൊടി എടുക്കാം. ഞാനിപ്പോൾ അജ്മീൻ്റെ പുട്ടുപൊടി എടുത്തിട്ടില്ല. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 2 കപ്പ് വെള്ളവും ഒഴിച്ചതൊന്ന് കുതിരാൻ മാറ്റി വെക്കാം. വഴന്നു വന്ന മസാലയിലേക്ക് ക്യാരറ്റും ബീൻസും ചേർക്കാം. എന്നിട്ട് അതൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിലേക്ക് ഉപ്പും 1 സ്പൂണ് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ഗരം മസാലയും കുരുമുളക് പൊടിയും ചേർത്ത് മസാല നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. മസാല നല്ലോണം ഒന്ന് വാടി വരുമ്പോൾ മസാലയിലേക്ക് കൊഞ്ചം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചത് ചേർക്കാം. എന്നിട്ട് അതിനെ നല്ലോണം യോജിപ്പിച്ചെടുക്കാം. ഇതിനെ നല്ലോണം ഒന്ന് മിക്സാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം മല്ലിച്ചപ്പും ചേർത്ത് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നമ്മളെ മസാല ഇവിടെ റെഡി ആയിരിക്കും. നേരത്തെ മാറ്റി വെച്ച പുട്ട് മിക്സ് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. പുട്ടും കുറ്റിയിൽ തേങ്ങ ചിരക്കിയതും കൊഞ്ചൻ മസാലയും പുട്ടുപൊടിയും ചേർത്ത് പാനിയിൽ വെക്കുക. എന്നിട്ട് നമ്മളതിനുള്ള അടപ്പ് വെച്ച് അതിനൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ മസാലപ്പുട്ട് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇതിങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. പുട്ടുപൊടിയിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല മിക്സ് ചെയ്ത് ഉണ്ടാക്കിയതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടതെന്ന് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുമല്ലോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലുള്ള റെസിപ്പീസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.